ശംഖുമുഖം കടൽത്തീരം കേരളത്തിലെ പ്രധാന ബീച്ചുകളിൽ ഒന്നാണെങ്കിലും ഈ സ്ഥലം അതിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതിലൊരു പ്രധാന കാരണം ഇന്ത്യൻ ദക്ഷിണ വ്യോമ കമാൻഡ് എയർബേസ് ഇതിന്റെ തൊട്ട് കീഴിൽ തന്നെയാണ്. ആ ഭാഗം ക്യാമറ നിരോധന മേഖലയാണ്, അല്ലെങ്കിൽ ഡ്രോൺ ഒന്നും പറക്കാനൊക്കത്തില്ല. എന്നാൽ ഇതിന്റെ ഭാഗമായിട്ടാകും ഒരു ഹെലികോപ്റ്റർ ഈ കടൽ തീരത്ത് കിടപ്പുണ്ട്. ഇപ്പൊ പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്റർ അല്ലാതെ. അപ്പോൾ ആദ്യം അതിന്റെ കാഴ്ചയിൽ തുടങ്ങാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആർക്കും സുഖമായി കാണാനും ഫോട്ടോകൾ പകർത്താനും പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റേജിലാണ് ഇതിന്റെ സ്ഥാനം. പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പാർക്കിംഗ് ഫീയോ മറ്റോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നാറ്റോയുടെ ഭാഷയിൽ ഹിപ്പ് എന്നറിയപ്പെടുന്ന മിൽ MI-8 ഒരു ഇടത്തരം ഇരട്ട ടർബൈൻ ഹെലികോപ്റ്ററാണ്. 1960കളിൽ സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്ത ഇത് 1968 സോവിയറ്റ് എയർഫോഴ്സിനൊപ്പം സേവനത്തിൽ പ്രവേശിച്ചു. ഒരു ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ എന്ന നിലയിലുള്ള അതിന്റെ പ്രാഥമിക പ്രവർത്തനത്തിന് പുറമെ എയർബോൺ കമാൻഡ് പോസ്റ്റ്, സായുധ ഗൺഷിപ്പ്, രഹസ്യാന്വേഷണ പ്ലാറ്റ്ഫോം എന്നിവയുൾപ്പെടെ നിരവധി മറ്റു റോളുകൾ MI-8 നിർവഹിക്കുന്നു. 17,000-ലധികം യൂണിറ്റുകൾ ഉള്ള 50-ലധികം രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹെലികോപ്റ്റർ എന്ന വിശേഷണം ഇതിനുണ്ട്. റഷ്യ ഉണ്ടാക്കുന്ന ഈ ഹെലികോപ്റ്റർ 2015 കണക്കനുസരിച്ച് MI-8ഉം MI-17ഉം ഒന്നിച്ച് കണക്കിലെടുക്കുമ്പോൾ ഈ ഹെലികോപ്റ്ററുകൾ ആഗോളതലത്തിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മൂന്നാമത്തെ സൈനിക വിമാനമായി റാങ്ക് ചെയ്യുന്നു. എന്നാൽ ഈ കിടക്കുന്ന ഹെലികോപ്റ്റർ 1972 ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് 2017 ഡിസംബറിൽ അതിന്റെ ഒടുവിലത്തെ പറക്കലും കഴിഞ്ഞുള്ള കിടപ്പാണ്. 1987 ശ്രീലങ്കയും 1989 സിയാച്ചിനിലും ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ച ഈ ഹെലികോപ്റ്ററിന്റെ ഇന്ത്യൻ പേര് പ്രതാപ് എന്നാണ്. നാച്ചുറൽ കലാമിറ്റീസും മറ്റ് ആക്സിഡന്റ്സിലും രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും അതുപോലെ VIP, VVIP ആൾക്കാരുമായുള്ള യാത്രകളിലും ദശാബ്ദങ്ങൾ സേവനം അനുഷ്ഠിച്ച ഹെലികോപ്റ്റർ. എന്നാൽ ഈ ഹെലികോപ്റ്റർ മറ്റൊരു പ്രധാന കാഴ്ചയുടെ വില കവർന്നെടുക്കുന്നു എന്ന് ഇവിടെ വരുന്ന മറ്റാർക്കും മനസ്സിലാവും. അതെന്താണെന്നല്ലേ? ഈ തീരത്തിന്റെ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത അത് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ തീർത്ത മത്സ്യകന്യകയുടെ കൂറ്റൻ ശില്പമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെർപേഴ്സൺ ശില്പമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഷെല്ലിൽ ചാരിയിരിക്കുന്ന നഗ്നയായ മത്സ്യകന്യകയുടെ ശില്പം. 87 അടി നീളവും 25 അടി ഉയരവുമുള്ള ഈ പ്രതിമ 2 വർഷം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. ഈ മത്സ്യകന്യക ശില്പത്തിന് സമീപത്ത് നിന്ന് ഹെലികോപ്റ്റർ മാറ്റുന്ന കാര്യം ടൂറിസം വകുപ്പ് ചിന്തിച്ചിരുന്നു എന്നാണ് കേട്ടുകേഴ്വി. കാനായിയുടെ മത്സ്യകന്യകയുടെ ക്യാൻവാസിലേക്ക് നുഴഞ്ഞു കയറിയതായി ശില്പിയും മറ്റ് കലാകാരന്മാരും അത് എതിർത്തതിനെ തുടർന്ന് ബീച്ചിൽ ഹെലികോപ്റ്റർ നിൽക്കുന്നത് വിവാദമായി. ശില്പം പബ്ലിക് ആർട്ട് വിഭാഗത്തിൽപ്പെടുന്നു. മലിനീകരണ ഘടകങ്ങൾ കാരണം കടലിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു മത്സ്യകന്യകയെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. അതിന്റെ ക്യാൻവാസായി ചുറ്റുമുള്ള ഇടങ്ങളുമുണ്ട്. ഈ ഇടത്തിന് ചേർന്നതല്ല ഈ ഹെലികോപ്റ്റർ എന്നും കലാകാരന്മാർ അഭിപ്രായപ്പെട്ടു. എന്നാൽ രണ്ടും ഈ സ്ഥലത്തിന് വളരെ അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബീച്ചാണിത്. നല്ല വെള്ള മണലും വിശാലമായ അന്തരീക്ഷവും നഗരത്തിലെ ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന് വിശ്രമത്തിനുള്ള എല്ലാ ചേരുവകളും ചേർന്ന ഒരു കടൽ തീരം. പാനിപൂരി, ഐസ്ക്രീം ഇതൊക്കെ കുടിച്ചും കഴിച്ചും ആസ്വദിക്കാൻ ഒരു നല്ല ഇടം. ഈ വർഷം ഫെബ്രുവരി മാസത്തെ കഥയാണ്. ഞങ്ങൾ പോയത് അന്നാണെങ്കിലും ഇന്നത്തെ ചില അപ്ഡേറ്റുകൾ വീഡിയോയിൽ പറയാം. ഇടയ്ക്ക് വെയിൽ കൊണ്ട് നടക്കാതെ കയറിയിരിക്കാൻ കൽമണ്ഡപങ്ങളുണ്ട്. ഈ കൽമണ്ഡപമൊക്കെ പഴയതാണോന്ന് അറിയത്തില്ല, അതോ ഇനി പുതിയതായിട്ട് നിർമ്മിച്ചതാണോന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട് കാണാനും, അതുപോലെ കയറിയിരിക്കാനും ആൾക്കാർക്ക് നല്ലതാണ്. കമിതാക്കളും കൂട്ടുകാരും കുടുംബവും ഒക്കെ ഇവിടെ കയറി വിശ്രമിക്കുന്നുണ്ട്.
വലിയ കടൽ കയറ്റത്തിൽ നിന്ന് തകർന്ന് ഇടിഞ്ഞ തിട്ടകളും വലിയ പണികളും ഇവിടെ കാണാം. ഒപ്പം ഒരു ഹോട്ടലും. ഈ ബീച്ചിൽ പൊതുവെ ആൾക്കാർ രാത്രിയിലാണ് ഏറ്റവും അധികം വരുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ ചെറിയ പണം നൽകി ചാനൽ ജോയിൻ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ടൂറിസം രംഗത്ത് ഏറെ സാധ്യതകളുള്ള ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് ഇവിടെയായിരുന്നു. ശംഖുമുഖത്ത് അസ്തമയ സൂര്യനെയും കടലിനെയും സാക്ഷികളാക്കി ആദ്യ കല്യാണം കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 6 ദിവസം നടന്നു. കടലിന് അഭിമുഖമായി പച്ച പരവതാനി വിരിച്ച് അലങ്കാരങ്ങൾ തൂക്കിയ വേദി മനോഹരമായിരുന്നു. അങ്ങനെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രത്തിൽ വിവാഹം നടത്തുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രമാണ് ശംഖുമുഖത്തേത്. ശംഖുമുഖം ബീച്ചിനോട് ചേർന്നുള്ള ബീച്ച് പാർക്കിലാണ് ഈ കേന്ദ്രമുള്ളത്. അതിനുശേഷം ആലപ്പുഴയിലെ കായൽ തീരത്തും കായലിന്റെ നടുക്കുമൊക്കെ കല്യാണ പന്തലുകൾ ഉയർന്നു. അടുത്തത് ഈ കാണുന്നത് ഏതോ ഒരു പഴക്കം ചെന്ന ബിൽഡിംഗ് അല്ല, തെക്കേ കൊട്ടാരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 2018 തെക്കേ കൊട്ടാരം നവീകരിച്ച് ഒരു മ്യൂസിയം ഒക്കെ ആക്കി മാറ്റിയിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഒരുക്കിയെടുത്ത ഈ കടൽ തീരം, എന്നാൽ കടൽക്ഷോഭവും കോവിഡ് വ്യാപനവും ഇതിന്റെ എല്ലാ താളവും തെറ്റിച്ചു. പ്രതികൂല കാലാവസ്ഥകളിൽ പ്രതീക്ഷിച്ചിരുന്ന കടലാക്രമണം തുടരെ ഈ തീരത്തെ കാർന്നു നിന്നു. പ്രതിരോധത്തിനായി തീർത്ത മതിലുകളും ടൂറിസ്റ്റുകൾക്കായി ഒരുക്കിയിരുന്ന പല സൗകര്യങ്ങളും റോഡുകളും എല്ലാം പലതവണ തകർത്തുകൊണ്ട് കടൽ ഇപ്പോഴും കലിപ്പിലാണ്. കടലേറ്റത്തിന്റെ ഭീഷണി 2022 ഒരു പഠനത്തിൽ ശംഖുമുഖം ബീച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രതിവർഷം 4.73 മീറ്റർ മണ്ണൊലിപ്പ് കാണപ്പെടുന്നതായി കണ്ടെത്തി. എന്നാൽ ഈ കടലേറ്റത്തിന്റെ കാരണം അശാസ്ത്രീയമായ വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണമാണെന്ന് അവിടുത്തെ ചില പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. ഒരു ന്യൂനമർദ്ദമോ മറ്റോ കടലിൽ കൊണ്ടാൽ ഇപ്പോഴും ശംഖുമുഖം കടൽ തീരം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായി പരിഹരിച്ച് ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ സ്ഥലത്തോട് വിട പറയുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.